എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൽ നിന്ന് അതിക്രൂരമായ പീഡനമേറ്റ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി. അല്പം മുൻപാണ് മരണ വാർത്ത പുറത്തേക്ക് വന്നത്. നവമി ദിനേശ് ചേരുന്നു. നവമി, 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയുക, തലച്ചോറിന് തന്നെ ഗുരുതരമായ അവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ചെറിയ പ്രതീക്ഷകൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുമ്പോൾ എപ്പോഴാണ് ഈ വിവരം വരുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അവർന്ന അല്പസമയം മുമ്പാണ് ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഈ അപകടമുണ്ടായ ദിവസം മുതൽ തന്നെ വെന്റിലേറ്ററിൽ അതീവ തീവ്രപരിചരണ വിഭാഗത്തിൽ കുട്ടിയുടെ ചികിത്സ തുടരുന്ന സാഹചര്യമായിരുന്നു. ഈ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് 24 മണിക്കൂറല്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഒരു കോമ സ്റ്റേജിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും ഡോക്ടർമാർ പരിശ്രമിച്ചിരുന്നു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അല്പസമയത്തിന് മുൻപ് പോക്സോ കേസ് അതിജീവിത കൂടിയായിട്ടുള്ള ഈ പെൺകുട്ടി ഇങ്ങനെ മരിച്ചു എന്ന വിവരം ആശുപത്രിയിൽ നിന്നും വരുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. അവിടെ നിന്നാണ് കുട്ടിയുടെ മരണവിവരം പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അമ്മ ആ ദിവസം മുതൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ തിരിച്ചുവരവിനായി അവർ ഏറെ ആഗ്രഹിക്കുകയും ചെയ്തു. അതിക്രൂരമായാണ് ഈ പ്രതി അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കയ്യിൽ ചുറ്റികയും കത്തിയും ഒക്കെ കരുതിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി യുവാവ് അവിടെ എത്തുകയും പെൺകുട്ടിയുമായി വലിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാകുകയും തല ഭിത്തിയിൽ ഇടിപ്പിച്ചു, ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അത് അപ്പോഴൊക്കെ ഒരു സംശയം, പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ ഒരു ഷോൾ മുറുക്കിയ നിലയിലായിരുന്നു. ആ ഷോൾ മുറുക്കിയത് ഈ യുവാവ് തന്നെയാണോ ഷോൾ മുറുക്കി ഫാനിൽ ഈ കൊലപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രമിച്ചതെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോലീസും ഒപ്പം ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് പെൺകുട്ടി സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഈ യുവാവുമായി ഇത്തരത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തിനൊടുവിൽ യുവാവ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്, അല്ലെങ്കിൽ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ യുവാവ് പറയുന്നത്, എങ്കിൽ നീ പോയി ചത്തോ എന്ന് ആക്രോശിച്ചുകൊണ്ട് പെൺകുട്ടിയോട് പറയുന്നു. പെൺകുട്ടി ഇത് കേട്ട് കയ്യിൽ കരുതിയിരുന്ന ഷോള് ഫാനിൽ കെട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇത് പെൺകുട്ടി പിടയുന്നത് കണ്ട് യുവാവ് ഈ ഷോള് അറുത്തു മാറ്റുന്നു. അതിനുശേഷം പെൺകുട്ടി വലിയ രീതിയിൽ ഒച്ച വെക്കുന്നത് കണ്ട് യുവാവ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ശ്വാസം മുട്ടിക്കുന്നു. ആ സമയത്ത് തന്നെ പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നു. യുവാവ് കരുതിയിരുന്നത് പെൺകുട്ടി മരിച്ചു എന്നാണ്. അതിനുശേഷം അത് മരിച്ചു എന്ന് ഉറപ്പിച്ച്, ബോധം തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് 7 മണിയോടുകൂടി യുവാവ് വീട്ടിന്റെ പുറകുവശത്തുകൂടി ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് ഈ ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി, ഇത് ശനിയാഴ്ച പുലർച്ചെ നടന്ന സംഭവമാണ്, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വൈകുന്നേരം 4 മണി സമയത്താണ് പെൺകുട്ടിയുടെ ഒരു ബന്ധു വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് അബോധാവസ്ഥയിൽ തുടരുന്ന ഈ പെൺകുട്ടിയെ, കയ്യിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിലായിരുന്നു ഇങ്ങനെ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവം കൂടിയാണ് ഇത്. ഇത്ര ദിവസം പിന്നിടുമ്പോഴും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത കൂടി സ്ഥിരീകരിക്കുന്നത്. ശരീരത്തിലേറ്റ മാരകമായിട്ടുള്ള മുറിവുകൾ, ഒപ്പം തലച്ചോറിനേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക്, ഈ ഭിത്തിയിലേക്ക് തല പല തവണ ഇടിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കും ദേഹത്തുമൊക്കെ അടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ യുവാവ് മുറിവ് ഏൽപ്പിച്ചു എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധനയിലൊക്കെ അത് വ്യക്തമാകുകയും ചെയ്തു. ഈ യുവാവ് ഈ ഇത്രയൊക്കെ ആക്രമണം നടത്തിയതിനു ശേഷം പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. പെൺകുട്ടി ഇത് നിരാകരിക്കുന്നതോടുകൂടിയാണ് ആക്രമണം വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയും കുട്ടിയെ ഈ മരണത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിലേക്ക് യുവാവിന്റെ പ്രവർത്തികൾ മാറുകയും ചെയ്തത്. പിന്നീട് പെൺകുട്ടി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലൊക്കെ ഇത് സമ്മതിക്കുകയും ചെയ്തു. 1 വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് മാറി. പക്ഷെ പെൺകുട്ടിക്ക് മറ്റ് ചില
യുവാക്കളുമായിട്ടുള്ള സൗഹൃദം, അത് സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളും മറ്റുമൊന്നും യുവാവിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ശനിയാഴ്ച രാത്രി ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും ഇങ്ങനെ ഒരു മർദ്ദനമൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. യുവാവ് പലതവണ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി. പക്ഷേ പെൺകുട്ടി തിരിച്ചു വിളിക്കുവാനോ ആ ഫോൺ എടുക്കുവാനോ തയ്യാറായില്ല, മറ്റൊരു കോളിലാണെന്ന് പറയുന്നു. ഇത് യുവാവിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നു. 9 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അത് മറ്റൊരു സുഹൃത്തിന്റെ ഇരുചക്ര വാഹനത്തിലാണ് ആ യുവാവ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് അവിടെ മറ്റൊരു വ്യക്തി കൂടി എത്തിയെന്ന് അനൂപിന് തോന്നുന്നു, ഈ പ്രതിയായ അനൂപിന് തോന്നുന്നു. പക്ഷെ അതും ഈ പെൺകുട്ടി വിളിച്ചിട്ടായിരിക്കും ആ യുവാവ് വന്നതെന്ന് അവളൊരു സംശയം അത് വർദ്ധിക്കുകയും വീണ്ടും ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു കാഠിന്യം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്രയും മാരകമായി കുട്ടിയുടെ ശരീരത്തിൽ ആസകലം മുറിവുകളും ക്രൂരമായിട്ടുള്ള മർദ്ദനവും ഒക്കെ കുട്ടി കേൾക്കേണ്ടി വരുന്നത്. അതിനുശേഷമാണ് ഈ ആശുപത്രിയിലെ ചികിത്സയും തുടർന്നുള്ള നടപടികളും. ഇതൊക്കെ യുവാവ് പോലീസിന് നൽകിയ മൊഴിയാണ്. കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ ഇതെല്ലാം വിശദീകരിക്കുന്നു. താൻ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്, എന്തൊക്കെയാണ് കയ്യിൽ കരുതിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പോലീസിന് വീട്ടിൽ നിന്നും തെളിവെടുക്കാൻ കഴിഞ്ഞു. ഒപ്പം ഈ യുവാവിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെയിനും അതും പെൺകുട്ടിയുടെ കഴുത്തിൽ മുറുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അതും പോലീസിന് അവിടുന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരടക്കം, ഈ പെൺകുട്ടിയുടെ അമ്മയും ഒപ്പം ഈ സമീപത്ത് താമസിക്കുന്ന നാട്ടുകാരടക്കം ഈ യുവാവിനെതിരെ വലിയ രീതിയിൽ പരാതി നൽകുകയും അല്ലെങ്കിൽ യുവാവിന്റെ ഇത്തരത്തിലുള്ള മോശം സ്വഭാവത്തെ പറ്റി പറയുകയും ചെയ്തു. പോലീസിന് പരാതി അടക്കം ഇതിനു മുൻപ് നൽകിയതാണ്. ആ പരാതി നൽകുന്ന സമയത്തൊക്കെയും ഈ പെൺകുട്ടി യുവാവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ യുവാവുമായിട്ട് തന്റെ ഇഷ്ടമാണ്, ആ യുവാവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്നൊക്കെയാണ് മാതാവിനോടും ബന്ധുക്കളോടും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ പലപ്പോഴും ഈ യുവാവുമായിട്ടുള്ള സൗഹൃദത്തെ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് അമ്മ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മുഖവുരയ്ക്കെടുക്കാൻ കുട്ടി തയ്യാറായില്ല. യുവാവിനോട് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറയുമ്പോഴും ആ യുവാവ് പറയുന്നത് തനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംശയവും പിന്നീടുള്ള ആക്രമണവും ഉണ്ടാവുകയും ഇപ്പോൾ കുട്ടി മരിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നതും. നവമി, കൊലക്കുറ്റം തന്നെ ചുമത്തും, അത് സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ പോലീസ്, അല്ലേ? അതായത് ഈ ഷോളിൽ പെൺകുട്ടി തന്നെയാണ് കുരുക്കിയത് എന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നപ്പോൾ ഇതിലിപ്പോൾ കുട്ടി മരിക്കുകയും ചെയ്തതോടുകൂടി മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ഈ മർദ്ദനമാണെന്ന് വ്യക്തമാകുന്നതോടെ കൊലക്കുറ്റം തന്നെ ചുമത്തും, അത് നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ, അല്ലേ? തീർച്ചയായും അപർണ. ഇപ്പോൾ യുവാവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം ഒപ്പം വധശ്രമം എന്നീ വകുപ്പുകളാണ്. ഇനി വധശ്രമം മാറി അത് കൊലക്കുറ്റം തന്നെ ചുമത്തും. കാരണം ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് യുവാവിന്റെ പ്രവൃത്തികൾ തന്നെയാണ്. ശരീരത്തിലും തലച്ചോറിനുമേറ്റ മാരകമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ്. ഈ ഭിത്തിയിലേക്ക് കുട്ടിയുടെ തല പലതവണ ആവർത്തിച്ചിടിക്കുകയും ചെയ്തു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച ശേഷം തന്നെയാണ് പോലീസ് ഒരു കൊലക്കുറ്റം ചുമത്തുവാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ, ഈ തെളിവെടുപ്പ് അടക്കം നടന്ന സാഹചര്യത്തിലും യുവാവ് കുറ്റം സമ്മതിച്ച ഒരു സാഹചര്യത്തിൽ വകുപ്പുകൾ മാറ്റി ഈ കുറ്റപത്രത്തിലടക്കം അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ യുവാവിന്റെ ഇനി കൂടുതൽ തെളിവെടുപ്പുകൾ കൂടി ആവശ്യമായിരിക്കും. വകുപ്പുകളൊക്കെ മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കോ വേണ്ടി യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള ഒരു സാഹചര്യവും പോലീസിന്റെ മുന്നിലുണ്ട്. ഇതുവരേക്കും യുവാവ് കുറ്റം സമ്മതിച്ചു എന്ന് ഏതൊക്കെ പ്രവർത്തികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതെന്നൊക്കെ കൃത്യമായി യുവാവ് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഈ തെളിവുകളടക്കം ഈ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കത്തിയും ചുറ്റികയും അടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വകുപ്പുകൾ മാറ്റിയുള്ള ഒരു കേസായിരിക്കും. കൊലക്കുറ്റം തന്നെയാണ് ഇനി യുവാവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയായിരിക്കും അന്വേഷണ സംഘവും ഇനി തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. അപർണ, അതായത് ഇനിയിപ്പോൾ തെളിവെടുപ്പ് പൂർണ്ണമായിരുന്നു, ചുറ്റിക അടക്കം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരുന്നു. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴികൾ എടുക്കേണ്ട സാഹചര്യമില്ല. കുട്ടിയുടെ ഈ ചോറ്റാനിക്കര പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കേസിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം
പൂർണ്ണമാണ്. ലഹരി കേസിലെ പ്രതി കൂടി ആയതുകൊണ്ട് അനൂപിനെതിരെ അത്തരം കേസുകൾ കൂടി ഇപ്പോൾ നിലവിലുള്ളതും ഇതിനകത്ത് പരിഗണിക്കപ്പെടുമോ? തീർച്ചയായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ പ്രതിയായിട്ടുള്ള അനൂപ്. 2 കേസുകൾ, അടിപിടി അക്രമ കേസുകളും ഒപ്പം ലഹരി കേസും, അങ്ങനെ 3 കേസുകളാണ് അനൂപിനെതിരെ ഇതിനോടകം തന്നെ ഉള്ളത്. അതുകൂടി എന്തായാലും പോലീസ് പരിഗണിച്ചിട്ടുണ്ട്. ഒപ്പം അനൂപിന്റെ നാട്ടുകാർ അനൂപിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ടാണ് നൽകിയത്. കാരണം അനൂപ് വീട്ടിലും നാട്ടിലും ഒക്കെ വലിയ പ്രശ്നക്കാരനായിരുന്നു. വലിയ രീതിയിൽ കൊല്ലുമെന്നൊക്കെ പരസ്യമായി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പരിസരവാസികളും യുവാവിനെതിരെയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ യുവാവിന്റെ മോശ സ്വഭാവത്തെ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. പരാതി അടക്കം നൽകിയതും പോലീസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഴുതടച്ചൊരു അന്വേഷണം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരി ഉപയോഗിക്കുന്ന ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഒരു യുവാവ് തന്നെയാണ് അനൂപ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയായ പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു. 6 ദിവസം ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം എന്നും കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആൺസുഹൃത്ത് അനൂപിന് എതിരെ കൊലക്കുറ്റം ചുമത്തും. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്.